സഹൃദയരെ, നിങ്ങൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. അതിനു മുമ്പായി ഈ സ്റ്റേജിലേക്ക് കടന്നു വരാവുന്ന എല്ലാ വൈദ്യുതി ദീപങ്ങളും അണച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. റഹീൻ പവിത്രൻ അവതരിപ്പിക്കുന്ന ചെക്കോസ് ഗാനം. അതെ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വേറെ എങ്ങനെ ഇരിക്കുന്നു? അല്ല, ഈ മീരമ്മൾക്ക് ഒരു കൂട്ടൊക്കെ വേണ്ടേ? പിന്നെ അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല, അങ്ങ് മാറിയില്ലേ? അതൊക്കെ ആയി. തലേദിവസം കാലു പറയേണ്ട കാര്യം എന്താ? വേറെ ആള് റീപ്ലേസ്മെന്റ്. എന്നിട്ട് ആളെവിടെ? ചിണ്ടു ചിണ്ടു ബെൽറ്റ് ഭയങ്കര ലൂസ്. ഇത് അവസാന നിമിഷം നീ ഡയലോഗ് പഠിപ്പിച്ചേ? ആ പിന്നെ ഇല്ല, മറന്നുപോയതായിരിക്കും. ഞാൻ പഠിപ്പിക്കാം. പക്ഷെ ഒരു കാര്യം ചെയ്യ്, നീ വൃത്തിയായിട്ട് ഇവന് ഡയലോഗ് ഒന്ന് പഠിപ്പീര്. ആ ശരി. ടെൻഷൻ കാരണം ബാത്റൂമിൽ ഒന്ന് പോയിട്ട്. സാർ പോയിക്കോ, ഒരു പ്രശ്നമില്ല, ഞാൻ പഠിപ്പിച്ചോളാം. എടാ പിന്നെ നമ്മുടെ ആ ശശിയില്ലേ, ശശിയുടെ ക്യൂ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞാൽ ഇതോടെ ക്യൂ അല്ല, ക്യൂ എന്ന് പറയുമ്പോഴല്ലേ കേറണ്ടേ? അല്ല, ഞാൻ പറയാം നിന്റെ അടുത്ത്. കേറാറാകുമ്പോ ഞാൻ നിന്റെ അടുത്ത് കേറിക്കോന്ന് പറയാം. അപ്പൊ നീ കേറിയിട്ട് തോക്ക് ചൂണ്ടി നിന്നാ മാത്രം മതി. അപ്പൊ ഞാൻ തോക്ക് ചൂണ്ടി വെടി വെച്ച് ഡയലോഗ് പറഞ്ഞു. വെടി ഒന്നും വെക്കണ്ട, നീ തോക്ക് ചൂണ്ടി നിന്നാ മാത്രം മതി. മതിയോ? നീ ഡയലോഗ് പറഞ്ഞേ. ഡയലോഗ് പറയട്ടെ. പോലീസുകാരനാണോ അവന്റെ കളി? നീ ആ മര്യാദക്ക് നീ ആ ഡയലോഗ് ഒന്നുകൂടി പഠിച്ചിട്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ മര്യാദക്ക് ഒന്ന് മാറി ഒന്ന് പഠിച്ചാൽ മതി. പഠിക്കല്ലേ? ആ പ്രശ്നമൊന്നുമില്ല, മാറി. ശശി സാറിന്റെ ഈ തോക്ക് കൊണ്ട് പെണ്ണാതെ നമുക്കൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഒരു തോക്ക് ഉണ്ടെങ്കിലേ ഒരു സാധനം കിട്ടില്ലേ? മാനവേ മറ്റേ ആ സമയത്തുള്ള തോക്കൊക്കെ റെഡിയാ? ആ തോക്ക് ഒന്ന് റിഹേഴ്സലിന് തന്നെ അതൊക്കെ സമയമാകുമ്പോ ഞാൻ തന്നാ പോലെ. ഞാനല്ല ചോദിക്കണത്, നിനക്കെന്താ പ്രശ്നം? നിങ്ങളിത് അവിടെ ഒരു പ്രശ്നമില്ല. ഞാൻ നിനക്ക് ഇനി എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഒരു പ്രശ്നമില്ല, അപ്പൊ എന്നോട് ഒരു പ്രശ്നമില്ല. എന്റെ ചേട്ടാ, ഇത് കണ്ടാ തന്നെ അറിയത്തില്ല കോമഡിയാണ്. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ അഭിനയിക്കുക? തല്ലിക്കൊ ശരിക്കും തോക്കിട്ടാ അഭിനയിക്കുള്ളൂ. എടാ ഇതൊക്കെ ഏതാ? പിന്നെ ഇതൊക്കെ മതി എനിക്ക്. ഒരു വലിയ അഭിനയിക്കുന്നില്ല. അയ്യോ ഇല്ല, അഭിനയിക്കുന്നില്ല. അഭിനയിക്കുന്നില്ല. നിർത്തിയത് പിടിച്ചത് പിടിച്ച്. അല്ല ഉണ്ടാക്കുന്നത് ഈ സമയത്തൊക്കെ സ്റ്റേജിലൊന്നും അറിയാൻ പോണില്ല. ഇതറിയത്തില്ലേ? ഇതൊന്നും അറിയാൻ പോണില്ല. ഇതൊന്നും അറിയാൻ പോണില്ല. അതല്ല, നീ ചെറിയ കാര്യത്തിനൊക്കെ അങ്ങ് ചൂടായാലോ എന്റെ ചക്കരെ. ചേട്ടനുള്ള കാര്യം പറഞ്ഞാ പോരാ, അതിന് ചൂടാകും. ഒരു പ്രശ്നമില്ല. നീ ഒരു കാര്യം ചെയ്യ്, തോക്കും വെച്ച് ആ ഡയലോഗ് ഒന്നും കൂടി പഠിക്കും. പഠിക്കാം, ഒരു പ്രശ്നമില്ല. പോയി പഠിക്കേ.
എടാ ശശി സാറിന്റെ ക്യൂ ആറേ പുള്ളി എവിടെയാ? ആ നീ നേരെ ചെന്നിട്ട് അത് ആ ഗ്രീൻ റൂം കണ്ടു. അത് അവിടെയാണ് പുള്ളി ഉണ്ടാവും. പുള്ളി ഇപ്പോൾ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഇനി എന്താ, നീ ഇവനൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകും. എൻ്റെ പുറകെ പോയാൽ മതി. വാ ഞാൻ പോയിട്ട്. ഇത് ഡയലോഗ് പഠിക്കുക, സിമ്പിൾ അല്ലേ? പഠിച്ചിട്ടോ. ചേട്ടൻ ഈ ഡയലോഗിന്റെ കാര്യം നോക്കണ്ട കേട്ടോ. ഹലോ, ഞാൻ ഈ ഡയലോഗ് നോക്കുമ്പോഴേ ഡീറ്റെയിൽസ് അല്ലേ? മര്യാദയ്ക്ക് പറയില്ലേ? പിന്നെ ഇത് ഞാൻ ചെയ്യും. മീരമോളുടെ അമ്മ. പിന്നെ പുള്ളി എവിടെ നിന്ന് ഓരോന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും. ഡേ കെയർ കഴിഞ്ഞോ? മോളെ ഇതുവരെ കണ്ടില്ല. ഡ്രൈവറിന്റെ കൂടെയോ? അല്ല സാർ, സാറിന്റെ ക്യൂ 2 മിനിറ്റിലാവും. ഇല്ല, ശരി ശരി, ഓക്കെ. നീ പൊക്കോ, ഞാൻ വന്നോളാം. ശരി. ദൈവമേ. ഞങ്ങളുടെ കുട്ടിയെ കാണാനില്ല. നമ്മൾ പോലീസിനെ അറിയിച്ചിട്ടില്ലേ? ഇയാളത് കുപ്പിയായിട്ടാണ് കയറാൻ പോണത്. അതുപോലെ നിന്ന് കുറച്ച് ഓവറാ. അവരന്വേഷിക്കും. സാറിന്റെ ക്യൂ ആയി സാർ. എന്റെ പൊന്ന് സാറെ, ചളവാക്കരുത് പ്ലീസ്. സാർ പ്ലീസ്. എന്താ അവിടെ തന്നെ നിന്നുള്ളത്? വരണം. സാർ മിസ്റ്റർ എബ്രഹാം, നിങ്ങളാണോ പോലീസിനെ വിളിച്ചത്? അതെ സാർ, ഞങ്ങളുടെ മകൾ മീരമോൾ, അവളെ കാണാനില്ല. നിങ്ങളുടെ മകൾ? അതെ, ഇല്ല ഇല്ല, കയറാറാവുമ്പോ ഞാൻ പറയാം. കേറിക്കോന്ന്. ആ കേറിക്കാന്ന് പറയല്ലോ. കുഞ്ഞിനെ കാണാതായതിൽ വിഷമുണ്ടോ ഭഗവതിക്ക്? ഏതൊരമ്മയ്ക്കാണ് തന്റെ കുഞ്ഞിനെ കാണാതായാൽ വിഷമം ഉണ്ടാവാതിരിക്കുക? സ്കൂളിൽ വിട്ടു. എടാ ഇതൊന്നല്ലല്ലോ ഇവിടെ പറയുന്നത്. എനിക്കറിയില്ല. എന്തായി? കൊച്ചിനെ അവസാനം കണ്ടതാരാണ്? അത് ഓ എന്റെ പൊന്നെ എബ്രഹാമേ, ഈ വീട്ടിലെ ആരാ കൊച്ചിനെ അവസാനം കണ്ടത്?
ഇംപ്രവൈസേഷൻ ആടാ. ആ ക്യാരക്ടർ കൃത്യമായിട്ട് പിടികിട്ടു പുള്ളിക്ക്. ഞങ്ങളുടെ ഡ്രൈവർ രാമു. രാമോ അപ്പൊ ഇനി നീ പോയി പുറത്ത് എന്നിട്ട് മിസ്റ്റർ രാമുവിനോട് ഇങ്ങ് വരാൻ പറ. വെയിറ്റ്, നീ വെക്കോ. പക്ഷെ നീ ഇവിടെ നിൽക്ക. രാമു, രാമു, ഞാൻ ഈ ഡയലോഗ് ചെല്ലേ, നീ ചെല്ലേ. എന്നെ കൊണ്ടു പോയി ഇമാതിരി ബേക്കൂത്തിനോടൊന്നും അഭിനയിക്കാൻ. ഞാനവിടെ പോയിട്ട് എന്താ കാണിക്കാൻ സാറേ? എന്റെ മോനെ, ഞാൻ ഇംപ്രവൈസ് ചെയ്ത് പുറത്തായത് ഇനി ബാക്കി നീ പോയി ചെയ്യുന്നു. ഞാനോ? പിന്നെ ഞാനോ? രാമോ എന്റെ സാറേ, ഇമാതിരി വൃത്തിയന്മാരോട് അഭിനയിക്കാൻ എന്നെ വിളിക്കും. സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല. എടാ രാമു, നീ കേറ്. നിനക്ക് പറ്റത്തില്ലേ? എനിക്ക് പറ്റില്ല സാർ. എടാ കേറണം. അയാൾ അടിച്ച് ഫിറ്റാണ്. ഞാൻ അവിടെ പോയി എടാ നീ ഒന്ന് കേറിയാ മതി, അവര് ബാക്കി കൈകാര്യം ചെയ്തോളൂ. പ്രശ്നമുണ്ട്. എന്റെ പണി കളയൽ പ്ലീസ്. വായി നോക്കി വന്ന് പിടിക്കണം. വന്ന് രാമോ ശശി സാർ, ഞങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എനിക്ക് മനസ്സിലടി നിങ്ങളുടെ കൊച്ചിനെ കണ്ടെത്താൻ. സാറിന് എന്നോടൊന്ന് ചോദിക്കാണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നിന്നോട് ചോദിക്കാനടാ, നിങ്ങളോട് പറയാനടാ ഉള്ളത്. സാറേ ഒരു ഫുൾ കുപ്പിയകത്താക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ആ അയ്യോ, നീ വല്ലാണ്ട് കയറി അഭിനയിക്കല്ലേ, അല്ലെങ്കിൽ നിന്റെ അഭിനയം പോരടി. ഇവിടെ നോക്ക്, ഭയങ്കര അഭിനയല്ലേ. പാവം. ഇതൊരു തീരുമാനമായിട്ടോ? സാറെന്താ പറഞ്ഞു വരുന്നത്? മീരമോളെ കാണാൻ നീ വല്ലാണ്ട് കയറി അഭിനയിക്കില്ലാട്ടാ. അതെ, എന്തെങ്കിലും പറയണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറ. മതി, നാടകം മതി. ബാ പറ. ഞാൻ അഭിനയിക്കടി, ഈ നാടകം ഞാൻ അഭിനയിക്കും. നിങ്ങൾ രണ്ടെണ്ണം കുറെ അഭിനയിച്ചില്ല എന്റെ മുന്നിൽ. ഇവിടെ ഞാനത് അഭിനയിക്കണ്ടേ, രണ്ടും കൽപ്പിച്ചു ഞാൻ. ശശി, ഏയ് സാർ, ഓക്കെ സാർ. സാർ, നമുക്ക് ഈ പ്രശ്നം ഇവിടെ പറഞ്ഞു തീർക്കാം. വെറുതെ ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാക്കുന്നു. പറഞ്ഞു തീർക്കാമായിരുന്നു. ഇത്രയും നാളായിട്ട് നിങ്ങൾക്കിത് പറ്റിയില്ല. ഇല്ലല്ലോ. എന്താ പറയണ്ടേ? അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യത്തിന് നിങ്ങൾ ഒരു വില നീ കൽപ്പിച്ചേക്കണം. മിണ്ടാതടി. സാറേ കറക്റ്റ് ഇടട്ടെ. അല്ലെങ്കിൽ തന്നെ എന്നെ വായടപ്പിച്ചാണല്ലോ ശീലം. നിങ്ങളുടെ ആവശ്യങ്ങൾ തീർക്കാൻ ഒരാള്, അതിൽ കൂടുതൽ എന്താ ഞാൻ? ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണേ. ഇതേക്ക് പോവാന്നല്ലേ? ദേശം പോയേനെ, എന്താ ഇട്ടിട്ട് പോകാത്തേന്ന് അറിയാലോ. അയ്യോ, നമ്മുടെ മോൾക്ക് വേണ്ടിയാണെന്ന് മാത്രം നീ പറയുന്നത്. ഈ എണ്ണാമിന് നിന്നെ പോറ്റാനുള്ള പ്രായവും കഴിവില്ല. അതല്ലേ കാര്യം. ശശി, ഏയ് സാർ, സാറെ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കും. സാറെ തോക്ക് താഴെ ഇടും. നമുക്കിത് പറഞ്ഞു തീർക്കാം. മതി. നിങ്ങൾ രണ്ടുപേരും വളരെ ഭംഗിയായി തന്നെ അഭിനയിച്ചു. പക്ഷെ എനിക്ക് കറക്റ്റ് മതിയോ? എനിക്ക് കറക്റ്റ് മതിയോ? നിർത്തുവത്. എനിക്ക് ഈ മരുന്നല്ല അറിയണ്ട. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് 2 വർഷത്തിന് മേലെയായ. നീ പറയില്ല എന്നറിയാം. നീ പറയടാ. അതെയോ? ആയി. അപ്പൊ നിനക്കുണ്ടായ കുഞ്ഞാരടി. സാറേ കർട്ടൻ. ആ മൈരൊന്ന് ഇടറാ. എന്നാ ഞാൻ വളർത്തിയ മോളാവള്. നിങ്ങൾ ആരെയും ഞാൻ അവളെ വളർത്താൻ സമ്മതിക്കില്ല. അത് താനാണോ തീരുമാനിക്കണ്ടേ? തനിക്ക് എന്താ അവകാശം? നീ മിണ്ടലടി നായ.
ഞാനിപ്പോ കാണിക്കാനായിട്ട് ഇങ്ങോട്ട് കത്തിയിലിട്ട് വലിക്കണേ. എന്റെ പൊന്നച്ചോ അത് നടക്കുന്നില്ല. കുന്തം മെഴുകി വരെ നോക്കി ആര് എടാ ബാണ കേറി അതാരും ഒരു ഭ്രാന്തൻ. പോലീസുകാരാണോ അതിന്റെയൊക്കെ കളി?